വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര പ്രതീക്ഷയിൽ കണ്ട സിനിമയാണ് വിനീത് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വാല്യൂ. പിന്നെ ഒട്ടനവധി ആർട്ടിസ്റ്റുകൾ നമുക്കറിയാം, എല്ലാവരുടെയും ഓരോരുത്തരായിട്ട് പറയുന്ന ഈ 2 മിനിറ്റ് വീഡിയോ മതിയാകത്തില്ല. പ്രധാനമായിട്ട് പ്രണവ്, ധ്യാൻ, ഇവരിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ. ഇവരിലൂടെയാണ് സിനിമ ഫുള്ള് സഞ്ചരിക്കുന്നത്. സിനിമ 2.25 മണിക്കൂറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ തിരിച്ചു പറയാം, കാരണം ഹൃദയം കണ്ടവർക്കും അറിയാം അതിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു സിനിമയ്ക്കുള്ളതുണ്ട്. സെക്കൻഡ് ഹാഫ് വേണം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. ഇതും അങ്ങനെ തന്നെയാണ്. ഒരു വെബ് സീരീസിൻ്റെ അതായത് ഒരു 1.5 മണിക്കൂറുള്ള 2 എപ്പിസോഡ് കണ്ടൊരു ഫീല്. തുടക്കമൊക്കെ നല്ല സ്ലോ ആയിരുന്നു. ധ്യാൻ്റെ കുട്ടിക്കാലമൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഭാഗം ധ്യാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊള്ളായിരുന്നു. പിന്നെ പ്രണവും ധ്യാനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ വരുന്നു. പിന്നെ പ്രണവും കല്യാണിയും തമ്മിലുള്ള സീൻസ് വരുന്നു. അപ്പോഴൊക്കെ പടം ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. ധ്യാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പടം മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും പ്രായമായതും അല്ലാത്തതും. പക്ഷേ പ്രണവിലേക്ക് വരുമ്പം പുള്ളി തുടക്കത്തിലൊക്കെ പുള്ളിയുടെ ജോളി സൈഡാണ് കാണിക്കുന്നത്. വൻ മോശം, ഒന്നും പറയാനില്ല. ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. തിയേറ്ററിലെല്ലാവരും കളിയാക്കിയുള്ള ചിരിയും പരിപാടികളും ഒക്കെ ആയിരുന്നു. പുള്ളി ഭയങ്കര വീക്കാണ്, ഡബ്ബിങ്ങിലായാലും ശരി പെർഫോമൻസിലായാലും. പിന്നെ കല്യാണിയുടെ കാര്യം ഒട്ടും മോശമല്ല. കല്യാണിയും പെർഫോമൻസ് സീൻസൊക്കെ ഭയങ്കര വീക്കായിട്ട് തോന്നി. അങ്ങനെ ഇവർ പിന്നെ ചെന്നൈയിലേക്ക് എത്തുന്നു. ചെന്നൈയിലേക്ക് എത്തിക്കഴിയുമ്പോൾ എനിക്ക് വലിയ അനക്കമൊന്നും തോന്നിയില്ല. ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ഇവരുടെ പർപ്പസ് ഇതായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അതൊക്കെ അതേപോലെ തന്നെ വിനീതിൻ്റെ സിനിമയിലൊക്കെ പോലെ ക്ലീശ രീതിയിലാണ് പോകുന്നത്. ഒരുപാട് ക്രിഞ്ച് എനിക്ക് തോന്നിയിട്ടില്ല. ചില ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. ഇന്നത്തെ കാലം വരുന്നു, ബേസിൽ വരുന്നു. അപ്പോഴത്തേക്ക് ബേസിലും ധ്യാനും പ്രണവും ഒക്കെ കൂടെ പടം ഒന്ന് മുകളിലേക്ക് അപ്പാക്കുന്നുണ്ട്. നീരജ് വരുന്നു. നീരജിൻ്റെ ക്യാരക്ടർ കൊള്ളായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ വിട്ടുപോയതാണ് അജു വർഗീസ് നല്ല രസമുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലെ ക്യാരക്ടർ. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ പിന്നെ ഇവരൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഒരേ ഒരു ഇതിലങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പടം തീരെ ഒരു 3/4 മണിക്കൂർ ബാക്കിയുള്ളപ്പോഴത്തേക്കാണ് അണ്ണൻ്റെ എൻട്രി, നിവിൻ പോളിയുടെ. അവിടുന്ന് പടം വേറൊരു ഇത്, അതായത് 1-ന്നൊക്കെ അല്ലെങ്കിൽ 2-ന്നൊക്കെ നമ്മൾ 5-ലോട്ടൊക്കെ ഗിയർ ഇടുന്ന പോലെ ആ ഒരു റേഞ്ചിലായിരുന്നു പിന്നെ പടം പോകുന്നത്. നിവിൻ പോളിയാണ് ഇതിൻ്റെ ഷോ സ്റ്റീലർ. ഒന്നും പറയാനില്ല, അടിപൊളി പെർഫോമൻസ്. പിന്നെ സർപ്രൈസ് ആയിട്ടുള്ള 1-2 ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. കഥയിൽ പുതുമയൊന്നുമില്ല. മേക്കിംഗ് ഓൾഡ് സ്കൂൾ മേക്കിംഗ് ആണ്. അത് വിനീതിൻ്റെ എല്ലാ പടവും അങ്ങനെ തന്നെയാണ്. അതൊരു കുറ്റം പറയാനുള്ളതല്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒരിടത്തൊരു വൗ ഫാക്ടർ ഈ സിനിമയിൽ കിട്ടുന്നില്ല. നിവിൻ പോളി വരുന്ന ഭാഗങ്ങളിൽ ഒഴിച്ച് ആ ഭാഗങ്ങളൊക്കെ തിയേറ്ററിൽ വൻ വൈബായിരുന്നു. തിയേറ്റർ ഫുള്ള് ചിരിയായിരുന്നു. 2.25 മണിക്കൂർ പടത്തിൽ അരമണിക്കൂറുള്ള നിവിൻ പോളി ഒഴിച്ചു നിർത്തി ബാക്കി 2.5 മണിക്കൂർ ഒരു ഓർഡിനറി ഫീലാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷേ ഇത് തിയേറ്ററിൽ നമുക്ക് കണ്ടു കഴിയുമ്പോൾ അയ്യോ പൈസ പോയി അങ്ങനെ തോന്നത്തുമില്ല. വിഷു ഫെസ്റ്റിവൽ സീസൺ ഓക്കെയാണ്, കാരണം ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉള്ള ഫെസ്റ്റിവൽ സീസൺ ആപ്റ്റാണ്. പക്ഷേ കുറേ പ്രതീക്ഷിച്ചു. വിനീത് ശ്രീനിവാസൻ്റെ ഏറ്റവും വീക്കസ്റ്റ്, അതായത് പുള്ളി ഡയറക്റ്റ് ചെയ്തതിൽ ഏറ്റവും വീക്കസ്റ്റ് വർക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പേഴ്സണലി. എന്നാൽ ഒരു ഗുഡ് വൺ ടൈം വാച്ചുമായിരുന്നു. അതിന് മെയിൻ ഘടകം നിവിൻ പോളി. ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടും. ഫാമിലീസായിട്ട് നിങ്ങൾ ഈ വിഷുവിൻ്റെ പടത്തിന് പോകുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും ബെസ്റ്റ് ചോയ്സ്. അല്ലാത്തവർക്ക് പോയി കണ്ട് ക്രിഞ്ച് ക്ലീശ എന്നൊക്കെ പറയാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല സ്ലോയുമാണ് പടം. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.